വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് ചരിത്രം സൃഷ്ടിച്ച് UKG വിദ്യാർത്ഥിനികളായ ഇരട്ട സഹോദരിമാർ. വെള്ളൂർ ഭാവൻസ് വിദ്യാമന്ദിറിലെ UKG വിദ്യാർത്ഥിനികളായ നൈവേദ്യയും നിഹാരികയുമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കടവിൽ നിന്നും 1 മണിക്കൂർ 49 മിനിറ്റ് കൊണ്ട് നീന്തി വൈക്കം ബീച്ചിൽ എത്തിച്ചേർന്നത്. വൈക്കത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ ഇരട്ട സഹോദരിമാർ. കേരളത്തിൽ ആദ്യമായാണ് സഹോദരിമാർ വേമ്പനാട്ടുകായൽ നീന്തി വേൾഡ് വൈഡ് ഓഫ് റെക്കോർഡിന് വേണ്ടി ശ്രമിച്ചത്. വൈക്കം കുലശേഖരമംഗലം വൈകുണ്ഠം വീട്ടിൽ ഹരീഷിൻ്റെയും അനുമോളുടെയും മക്കളാണ് നൈവേദ്യയും നിഹാരികയും. വൈക്കം ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വിമ്മിംഗ് ക്ലബ്ബിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ ഷാജികുമാറിൻ്റെ ശിക്ഷണത്തിൽ നീന്തൽ പഠിച്ച് പ്രാക്ടീസ് നേടിയ ശേഷം കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബിൽ ബിജു തങ്കപ്പൻ്റെ കീഴിൽ മൂവാറ്റുപുഴ ആറ്റിൽ തീവ്ര പരിശീലനം നടത്തിയ ശേഷമാണ് വേമ്പനാട്ടുകായൽ നീന്തി വേൾഡ് റെക്കോർഡിന് വേണ്ടി ശ്രമിച്ചത്. വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന യോഗം അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അതിന് മാത്രമേ ഒരു ഉത്തമനായ സ്പോർട്സ് താരമായി മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് 5-ാമത്തെ വയസ്സിൽ ഈ 9 കിലോമീറ്റർ നീന്തി കടക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കൊരു പുഴയിൽ ചാടിയാൽ ഒരു 50 മീറ്റർ നീന്താൻ പറഞ്ഞാൽ പോലും പറ്റാത്തൊരു സാഹചര്യം നമുക്കുണ്ടാവും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് സ്പോർട്സിലേക്ക് വരാൻ പറഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ കുട്ടികളെ പഠിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ പാഠപുസ്തകങ്ങൾക്ക് പുറകെ വിടുമ്പോൾ ഇത്തരത്തിലുള്ള സ്പോർട്സിലേക്ക് നമ്മളെ ഈ കുഞ്ഞുകുട്ടികളെ തിരഞ്ഞെടുത്ത് വിടുവാനും അവരെ പ്രോത്സാഹിക്കുകയും ചെയ്ത ഈ രക്ഷിതാക്കൾക്ക് ഈ വരും വർഷങ്ങളിൽ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഈ നീന്തൽ മത്സരങ്ങളിലൊക്കെ ഒരുപാട് മെഡൽ നേടിക്കാൻ സാധിക്കും ഈ കുട്ടികൾക്ക് ഉറപ്പാണ്. വൈക്കം DYSP TB വിജയൻ വിശിഷ്ട അതിഥിയായിരുന്നു. നഗരസഭാധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ ദേവാനന്ദ്, നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷ്, VT പ്രതാപൻ, ഫയർ ആൻഡ് റെസ്ക്യൂ STO T പ്രതാപ് കുമാർ, അഡ്വക്കേറ്റ് മനാഫ്, കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബ് സെക്രട്ടറി അൻസൽ AP തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയും വലിയ നേട്ടമാണെന്ന് അവർക്കറിയില്ല. അവരിവിടെ ഇരുന്ന് കുസൃതി കളിക്കുകയാണ്, മിഠായി വെച്ചു. അത് മിഠായിയിലാണ് അവരുടെ ശ്രദ്ധ. പക്ഷേ അവർ നേടിയ നേട്ടം തീർച്ചയായും അത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏറ്റവും കഷ്ടപ്പെട്ട് ഇത്രയധികം നന്നായിട്ട് സാഹസികമായി തന്നെ നമ്മുടെ വേമ്പനാട് കായൽ നീന്തുക എന്ന ഒരു വലിയ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് വന്ന വേൾഡ് റെക്കോർഡൊക്കെ പേരിച്ച് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം വരുന്ന കാലഘട്ടങ്ങളിലെ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്ന വളരെ മനോഹരമായ ഒരു സുഹൃത്തിനെ കാണുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇവിടെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തികളിലുള്ള കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ് സമൂഹത്തിനും എല്ലാവർക്കും ഉള്ളത്. ഇവിടെ ഈ കുട്ടികളുടെ കഴിവിനെ നമ്മൾ ചെറിയ ആ പ്രായത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനാൽ ഉജ്ജ്വലമായി രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മളുടെ അധികാര സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണുണ്ട്. അവരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കൈയൊന്നും ഉണ്ടോ ഒരു വലിയ സ്പൂണിന്റെ വെള്ളം പോലും ആ കൈയിൽ കൊണ്ടുവരുന്നില്ല. അത്തരം കൈകൾ കൊണ്ടാണ് ഈ വേമ്പനാട്ടുകായലിന്റെ 9 കിലോമീറ്റർ നീളവും ദൂരവും 4.5 അടിയിൽ 4.5 ആളിലേറെ താഴ്ചയുമുള്ള ഈ വേമ്പനാട്ട്. വിഷൻ ന്യൂസ് വൈക്കം.